ഹലോ. 1993 ഇറങ്ങിയ ഒരു സിനിമയെ പറ്റിയിട്ട് പറയട്ടെ കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ അതിനൊരു കാര്യമുണ്ട്. മൂവിയുടെ പേര് വാത്സല്യം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയിട്ടുണ്ടാവും അല്ലേ. അതിലെ ചില സന്ദർഭങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പോലെ കുറേ അനുഭവങ്ങളുണ്ട് അല്ലേ. അപ്പം ഞാൻ എന്തിനാത് പറയണതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഞാൻ മിക്കവാറും തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൂരയ്ക്ക് കീഴെ എല്ലാവരും കൂടെ കഴിയണമെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും. അത് ഭയങ്കര നല്ല പാടുണ്ട് അതിന് അല്ലേ. അതിന് ഒന്നാമത് ചിലവുകൾ, അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് സ്ത്രീകളൊക്കെ ജോലിക്ക് പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതെല്ലാം ബുദ്ധിമുട്ടുകളുടെ കാര്യമൊക്കെ ഞാൻ പറയാറില്ലേ. അതുപോലെ ആ വാത്സല്യം എന്ന് പറഞ്ഞ സിനിമ എടുത്ത് കാണുമ്പോൾ അറിയാം എത്രത്തോളം ഒരു ഫാമിലീനെ ഒന്നിച്ച് നിർത്താനായിട്ട് മേലയിടത്ത് രാഘവൻ നായർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. മേലയിടത്ത് രാഘവൻ എന്നാണെന്ന് തോന്നുന്നു, നായരുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അതങ്ങനെ എൻ്റെ ഒരു ഓർമ്മയാണ്. നമ്മുടെ മമ്മൂട്ടിയുടെ കേന്ദ്ര കഥാപാത്രം, മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന ഭാര്യയായിട്ട് നമ്മുടെ ഗീത. ഇത് രസമുള്ളൊരു ഫാമിലി ഉണ്ടല്ലേ. നല്ലൊരു വീടും, ഒറ്റപ്പാലത്ത് എവിടെയാണെന്ന് തോന്നുന്നു അത്, നല്ല കൃഷിയിടങ്ങളും ഒക്കെ കാണിച്ചിട്ട് നൊസ്റ്റാൾജിയ എങ്ങനെ വരുന്ന അല്ലേ. അതിലൊരു നല്ല പാട്ടുമൊക്കെ ഉണ്ട് അല്ലേ. ശ്രീരാമനായിട്ട് കാണിക്കുന്ന ഒരു പാട്ട്, അതായത് ശ്രീരാമചന്ദ്രനാണ് മമ്മൂട്ടി ആ ക്യാരക്ടർ അതിനകത്ത്. കാരണം ശ്രീരാമചന്ദ്രൻ രാമായണത്തിൽ പറഞ്ഞു വന്നത് എന്താണ്, അവിടെ അച്ഛൻ പറയുകയാണെങ്കിൽ അവിടെ വിട്ടിട്ട് പോവുക അല്ലേ, രാജ്യം അവിടെ വിട്ടിട്ട് ഇറങ്ങുക, അപ്പോൾ പോവുക, അച്ഛൻ്റെ വാക്കുകളാണ് എന്നാണ് അന്നൊക്കെ നമ്മൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കേട്ട് വളർന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ മേലയിടത്ത് രാഘവൻ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം, അവർ അവരുടെ അച്ഛൻ മരിച്ചു പോയപ്പോൾ ഒരുപാട് കടബാധ്യതകൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടായി. അപ്പോൾ അതൊക്കെ വീട്ടാനും വേണ്ടിയിട്ട് ഈ കൃഷിപ്പണിയാണ്. അവർക്ക് കുറച്ച് സ്ഥലങ്ങളും നിലങ്ങളൊക്കെയാണുള്ളത്. അത് എങ്ങനെയാണ് ഒരു കുടുംബത്തിനെ ചേർത്ത് പിടിച്ച് അനുജനെ LLBക്ക് പഠിപ്പിക്കുന്നു. അപ്പോൾ അനുജൻ എങ്ങനെയും നല്ല വക്കീലായിട്ട് വരുമ്പോൾ വീട്ടിലേക്ക് ഒരു സമാധാനം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. അതൊക്കെ വന്നിട്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് ചിന്തിക്കാൻ പറ്റുന്നത് ഒരു കുടുംബസ്ഥനാണ് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഇവരെല്ലാവരും എന്ന് പറയുന്ന ഒരു സഹോദരന് മാത്രമല്ലേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സഹോദരനാണ് മമ്മൂട്ടി അതിനകത്ത്. അപ്പോൾ മൂത്ത സഹോദരങ്ങൾ എപ്പോഴും ഒരു പ്രത്യേകതയാണ് അവർക്ക് അല്ലേ. അവരുടെ ചുമതലകൾ എന്ന് പറയുന്നത് അവർ വല്ലാതെ ആവാഹിക്കും മനസ്സിലേക്ക് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കുറച്ച് ആത്മകഥാംശമാണ്. എന്നാലും ഞാൻ ഒത്തിരി നമ്മൾ ഇനിയിപ്പം വേറെ കാര്യങ്ങൾ പറയണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ പറയാത്തത്. പക്ഷെ ഞാൻ പറയണേ, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മൂത്ത മകനല്ലേ ഒരു വീട്ടിലെ. അപ്പോൾ ആ വീട്ടിൽ 33 വയസ്സ് വരെ അദ്ദേഹത്തിന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജോലിയുണ്ട്, ഒരു ചെറിയൊരു ജോലിയുണ്ട്. ആ ജോലിയിൽ കിട്ടുന്നതും അന്ന് കിട്ടുന്നത് അതൊരു എമൗണ്ടാണ് കേട്ടോ. 3500 രൂപ കിട്ടുമായിരുന്നെന്ന്. ആ 500 രൂപ കയ്യിൽ വെച്ചിട്ട് 3000 പപ്പയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ പപ്പയാണല്ലോ അപ്പോൾ അവിടെ കുടുംബനാഥൻ. എന്താണ് ചെയ്യേണ്ടത് ജീവിതത്തിലേക്ക്, എങ്ങനെ ആയിരിക്കണം നമ്മളൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് 32 വയസ്സ് വരെയും അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടിയും കൂടെ എന്താ പറയുക, തോളോട് തോള് ചേർന്ന് നിന്നാൽ മാത്രമാണ് ജീവിതം സഫലമാവുള്ളൂ. എക്സാമ്പിൾ മമ്മൂട്ടിയുടെ വാത്സല്യത്തിലെ കഥാപാത്രം, ആ ഗീത എന്ന് അവർക്ക് വല്ലാണ്ട് വിഷമങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ മൂത്ത സഹോദരനെ ഇൻസൾട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട് കുറേ. ഇങ്ങനെ രണ്ടാമത്തെ സഹോദരൻ വിവാഹം കഴിച്ച് വരുമ്പോൾ, അതായത് വക്കീലായിട്ടുള്ള സഹോദരൻ വിവാഹം കഴിച്ച് വരുന്നത് പട്ടണത്തിൽ നിന്നും ഒരു വലിയ വക്കീലിൻ്റെ മകളെയാണ്. അപ്പോൾ ആ ലേഡിക്ക് ഇവിടുത്തെ രീതികളും തൊഴുത്തും വേർപ്പും ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഈ ജ്യേഷ്ഠൻ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ വിയർപ്പ് നാറുന്നു എന്നൊക്കെ പറയണ ഒരവസ്ഥ, എന്തൊക്കെയോ ഒരു ഇൻസൾട്ടഡ് ആയിട്ടുള്ളൊരവസ്ഥ, മനസ്സിലായോ. അത് ഈ മൂത്ത മകൻ ആ ഭാരം പേറുകയാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് നടക്കായികയില്ല. അപ്പോൾ ആർക്കാണ് അത് കൂടുതലും വിഷമം ഉണ്ടാവാന്നറിയോ? ഈ സഹോദരൻ്റെ ഭാര്യയായിട്ടുള്ള ഗീതയ്ക്കാണ് കൂടുതൽ വിഷമം ഉണ്ടാവുക. അവർ പൊട്ടിത്തെറിക്കുന്നുമുണ്ട്. എന്നാലും സർവം സഹമായിട്ടുള്ള
ഈ ജ്യേഷ്ഠന്മാർ കളയുന്നേ പോട്ടെ, അവരെന്തെങ്കിലും കാണിക്കട്ടെ, ഇങ്ങനെയാണ്. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ മൂവിയെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് സമാനതകളുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നു വരികയാണ് ഞാനൊക്കെ. അപ്പോൾ ആ ഒരു സമാനതകൾ ഉള്ള ജീവിതം കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ? വിവാഹത്തെ പറ്റിയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. നിങ്ങളുടെ ലൈഫിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുന്നത് തന്നെയാണ് ബുദ്ധി. അതാണ് ബുദ്ധിയുള്ളവർ ചെയ്യുക. കാരണം ഈ വാത്സല്യം സിനിമയിൽ ലാസ്റ്റ് വരുമ്പം ശരിയാണ്, സ്നേഹം കൊണ്ട് എല്ലാം എന്താ പറയുക കീഴടക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ ക്യാരക്ടർ. അദ്ദേഹത്തിനുള്ള എല്ലാ സ്വത്തുക്കളും വിട്ടുകൊടുത്ത് എന്താ പെങ്ങളെ കെട്ടിക്കാനും എല്ലാം അദ്ദേഹത്തിൻ്റെ ഷെയർ മാത്രം കൊടുക്കുകയും ലാസ്റ്റ് സഹോദരൻ മനസ്സ് മാറി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെ കാലത്ത്, ഈ കലികാലത്ത് ആരുടെ മനസ്സ് മാറുന്നു നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പം നാളത്തേക്ക് നമ്മളെങ്ങനെയായിരിക്കണം നമ്മുടെ ചുവടുവെപ്പ് എന്ന് വെച്ചാൽ, അടുത്ത ജനറേഷനോട് ഞാൻ പറയുകയാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളോടും പറയുകയാണ്, നിങ്ങളുടെ കൈ നിങ്ങളുടെ തലയുടെ കീഴിൽ തന്നെ വെക്കുക എന്ന് പറഞ്ഞാൽ, അതിന് വേറൊരാളുടെ കയ്യിലേക്ക് നിങ്ങൾ കൊടുക്കാണ്ടിരിക്കുക. എപ്പോഴും നിങ്ങളുടെ തലയണയ്ക്ക് അടിയിലായിരിക്കണം നിങ്ങളുടെ കൈ ഇരിക്കുന്നതെന്ന് വെല്ലുമിച്ചിയൊക്കെ പറയും എപ്പോഴും. അത് അങ്ങനെയാണെങ്കിലുണ്ടല്ലോ നമുക്കൊരു പ്രൗഡായിട്ട് തോന്നും. എന്താ വെച്ചാൽ എന്നെ പറ്റിക്കാൻ പറ്റിയില്ലെന്ന്. പക്ഷേ എൻ്റെ ജനറേഷനിലുള്ള, അല്ലെങ്കിൽ നമ്മളെപ്പോലെ കുറച്ചുകൂടിയൊക്കെ എന്താ പറയുക വിട്ടുകൊടുക്കുന്ന സ്വഭാവമുള്ളവർക്ക് പെട്ടെന്ന് ചതിവ് പറ്റിയേക്കാം. എൻ്റെ ഒരു റീല് കണ്ടപ്പം സിന്ധു അതിൻ്റെ അടിയിൽ വന്ന് PK എന്നിട്ട് പറഞ്ഞു, ചേച്ചി ചതിവ് പറ്റാതിരിക്കാൻ നോക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ആ മമ്മൂട്ടിയുടെ സിനിമ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. അതിൽ മമ്മൂട്ടി ചതിവ് പറ്റിയതാണോ? അല്ലല്ലോ. കുടുംബം ഒന്നിച്ച് ചേർത്തത് പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ മമ്മൂട്ടി അതിനകത്ത് കാണിക്കുന്നത്. ആ ഒരു അത്രയും ത്യാഗമനസ്ഥിതി കാണിക്കുന്നത് അത് മൂത്ത ജ്യേഷ്ഠനായിട്ട് നിന്ന്. അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ പിന്നെയും മമ്മൂട്ടിക്ക് എന്താണ് കിട്ടുന്നത്? ആ ക്യാരക്ടറിന്, മമ്മൂട്ടിയുടെ മെലയിടത്ത് രാഘവന്, അദ്ദേഹം പിന്നെയും A to Z തുടങ്ങുകയാണ്. ഭാര്യയും കുഞ്ഞു മക്കളെയും കൊണ്ട് വഴിയിലേക്ക് പോയിട്ട് പിന്നെയും ഒന്നാമത് തുടങ്ങുകയാണ്. അപ്പോൾ അത് ആദ്യമേ തന്നെ തുടങ്ങൂ മക്കളെ എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ജെൻ സിയോടൊക്കെ പറയുന്നത്. അതായത് സ്റ്റാർട്ട് യുവർ ഹോം, സെപ്പറേറ്റ് ഫ്രം ഈ തറവാട്, സോ കോൾഡ് കൂട്ടുകുടുംബം, അതിൽ നിന്നൊക്കെ മാറിയിട്ട് സ്റ്റാർട്ട് യുവർ ഓൺ ഹോം. നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആമുഖം പറഞ്ഞത് കേട്ടോ. ജീവിതവും കൂടെ ഉൾപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രം. അതെ, ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചു സ്വന്തം കാര്യം നോക്കണം എന്ന് തന്നെയാണ്. കാരണം ആ സിനിമയിൽ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? 1993 മൂവിയാണ് കേട്ടോ. ഒരു ബ്രദറ് എല്ലാവർക്കും വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടും ആ പടി ഇറങ്ങി അദ്ദേഹം പോവുകയാണ്. നമ്മുടെ നെഞ്ച് വിങ്ങുന്നത് നമുക്ക് കാണാം. അതിനകത്തൊരു രംഗമുണ്ട്. ഗീത ഇങ്ങനെ നടന്ന് ഇങ്ങനെ തിരിഞ്ഞ് ആ വീട്ടിലോട്ട് നോക്കുമ്പോൾ വീഴാൻ പോകുമ്പോൾ ഇങ്ങനെ മമ്മൂട്ടിയെ ഇങ്ങനെ പിടിക്കുന്നതും മമ്മൂട്ടി ഇങ്ങനെ കാണിച്ചിട്ട് എന്തൊരു നമുക്കിങ്ങനെയല്ലേ. എൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് 96 എൻ്റെ കല്യാണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. 93 ഇത് കാണുമ്പോൾ മുഴുവനും ഈ ഒരു രംഗം ഇന്ന് വരെ ഞാൻ മറന്നിട്ടില്ല. അവരെ ഇറങ്ങിപ്പോകുന്നതും എല്ലാം. പലർക്കും പല രീതിയിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങളും ചതിവുകളും എല്ലാം പറ്റും കേട്ടോ. പക്ഷേ ഇനി അടുത്ത ജനറേഷൻ കുറച്ച് സ്വാർത്ഥരാകുന്നതിൽ തെറ്റില്ല. അതിൽ യാതൊരു ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കണേ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ അനുഭവമാണ് പറയുന്നത്. അനുഭവമാണല്ലോ ഞാൻ വന്ന് ഓരോരുത്തരോടും പറയുന്നത്. ഒരു വക്കീലെന്ന നിലയിലും ഞാൻ പറയുകയാണ്, നിങ്ങൾ കോൺസെൻട്രേറ്റ് ആൻഡ് ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിന് എങ്ങനെയാണ് അത് ബാധിക്കുക എന്നുള്ളത് വളരെയധികം ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പഴയ കാലത്തൊക്കെ പെൺകുട്ടികൾക്ക് സ്വർണം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. ആ സ്വർണം ഇപ്പോൾ ഒരു 100 പവനൊക്കെയാണ് അന്നൊക്കെ 90s ഡിമാൻഡ് ചെയ്യുന്നതും കൊടുക്കുന്നതും ഒക്കെ. എന്താ പറയുന്നത്, സ്ഥലം പോലും വിറ്റിട്ട് കൊടുക്കും ആൾക്കാർ. ആ സ്വർണത്തിന് ഇന്ന് 30 വർഷങ്ങൾക്ക് ശേഷം 1 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ അച്ഛനമ്മമാർ തരുന്ന ആ സ്വർണം നിങ്ങൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കുക. കാരണം എന്താണെന്നറിയോ, ഗ്രേ ഡിവോഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. 20-25 വർഷത്തിന് ശേഷമാണ് കപ്പിൾസ് വന്ന്
ഡിവോഴ്സിന് വന്ന് നിൽക്കുന്നത്. കാരണം പലതാണ്. ഒന്ന്, ചിലപ്പം ഭാര്യ ജോലി വിട്ടിട്ട് ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുകയായിരിക്കാം, എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് വരുമാനം ഉണ്ടാവില്ല. പക്ഷേ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു പാകപ്പിഴ അദ്ദേഹത്തിന് സംഭവിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഈ വയസ്സുകാലത്ത് വേറെ ഒരു ബന്ധത്തിൽ ചെന്ന് പെട്ടേക്കാം. ഇത് എല്ലാം കൊണ്ടും ഈ 40-45 വയസ്സായ വീട്ടമ്മയാണ് ബാധിക്കുക. അപ്പം നിങ്ങൾ ഇതെല്ലാം തുറന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും എന്തിനാണ് ചേച്ചി അതൊക്കെ പറയുന്നതെന്ന്. കാരണം കണ്ടുവരുന്ന കാര്യങ്ങൾ പറയുകയാണ്, നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ സ്ത്രീകളായിട്ടുള്ള നമ്മൾ കുറച്ച് സ്വാർത്ഥരാകാൻ പഠിക്കുക. നിങ്ങളുടെ സ്വർണം നിങ്ങൾ സൂക്ഷിക്കുക. അത് ഒരിക്കലും ഇപ്പം ഇത്രയും പൈസ വന്നു, ഇതേപോലെ തന്നെ ഒരു പൈസയായിരിക്കും ഇനി 20 വർഷം കഴിയുമ്പോൾ. നമുക്ക് 70 വയസ്സാകുമ്പോഴും ഇത് ഡബിൾ ആയിട്ടുണ്ടാകും ഈ ഗോൾഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും ഉണ്ടല്ലോ, എന്നാൽ നമുക്ക് വിറ്റ് ബാങ്കിൽ ഇട്ടേക്കാം. അങ്ങനെ ആകുമ്പോൾ അത് തീർന്നു പോവുള്ളൂ കേട്ടോ. അങ്ങനെയല്ലാതെ അത് വേണമെങ്കിൽ പണയം വെച്ചിട്ട് അത് എന്തെങ്കിലും ഒരു നിക്ഷേപത്തിൽ വെച്ച് അതിൽ നിന്നും എമൗണ്ട് ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യാം, റോളിംഗ് നല്ല പോലെ. അല്ലാതെ അത് വിറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ 25 വർഷം ജീവിക്കും. ചിലപ്പോൾ ഇന്നത്തെ കാലമാണ്, മരുന്നുകൾ കഴിച്ച് 90 വയസ്സ് വരെ ഇരിക്കുന്ന ആളുകളുണ്ട് അല്ലേ. സോ ബി കെയർഫുൾ. നമ്മളുടെ കാലഘട്ടത്തിലുള്ള, അല്ലെങ്കിൽ ഈ സാൻഡ്വിച്ച് ജനറേഷൻ എന്നാണ് ഞാൻ നമ്മളെയൊക്കെ പറയുന്നത്. അതായത് നമ്മൾ മക്കളെ നോക്കണം, മാതാപിതാക്കന്മാരെ നോക്കുന്ന ജനറേഷൻ. അടുത്ത ജനറേഷനായിട്ടുള്ള മക്കൾ അവരങ്ങനെ ആയിരിക്കില്ല. അപ്പം നമ്മൾ ഈ സാൻഡ്വിച്ചിൽ പെടും. അതായത് മാതാപിതാക്കളും നമുക്കൊന്നും തരില്ല, മക്കളും നമ്മളെ നോക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ 70കളിലൊക്കെ ജനിച്ച ഇപ്പോൾ 70കളിൽ ജനിച്ച് ഇപ്പോൾ 50കളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 50 വയസ്സുകളിൽ എത്തിയിരിക്കുന്ന ആളുകൾക്ക് തരാനുള്ളൊരു ഉപദേശമാണ് കേട്ടോ അത്. ഇത് ഉപദേശിക്കാൻ നിങ്ങളാരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവം ഗുരു എന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് നിർത്തും, അത്രയേ ഉള്ളൂ. അത് സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പല കാരണങ്ങളുണ്ട്. ഗ്രേറ്റ് ഡിവോഴ്സ് എന്ന് പറയുന്ന സാധനം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗോൾഡ് ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സ്ത്രീകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ളത്. കാരണം ഷെയറിലിട് ചേച്ചി, SIP-ലിട് ചേച്ചി എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അത് ഹാൻഡിൽ ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. ഇതൊരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവർക്കും ഗോൾഡ് സൂക്ഷിക്കാനും അറിയാം. അത് എന്താ പറയുക, അത് അറിയാം, അവർക്കത് എങ്ങനെയാണ് അതിനെ വിനിയോഗം ചെയ്യേണ്ടതെന്ന് അറിയാം അല്ലേ. ഏറ്റവും കൂടുതൽ പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് സ്ത്രീകളുടെ ഈ ഗോൾഡ് നിക്ഷേപമാണെന്നാണ് ഇന്നത്തെ വാർത്ത. 1,05,000 രൂപയായി ഗോൾഡിന്. 1996 എൻ്റെ വിവാഹത്തിന് 3,000 രൂപയായിരുന്നു ഗോൾഡിന്. 3,200 ആവുമായിരിക്കും നമ്മൾ പണിക്കുറവൊക്കെ കൂടി മേടിക്കുമ്പം. ഇന്ന് ഒരു പവൻ മേടിക്കണമെങ്കിൽ 1 ലക്ഷം കടന്നിരിക്കുന്നു, ഒരു വള മേടിക്കാനാണെങ്കിൽ പോലും. അപ്പോൾ കയ്യിലുള്ളത് നഷ്ടപ്പെടുത്താതെ ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ അതുകൊണ്ട് എന്ത് ഉപയോഗം എന്ന് ചോദിച്ചാൽ ഉപയോഗമുണ്ട്. ഇപ്പം നമ്മളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള പണമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആർഭാടത്തിന് വേണ്ടിയിട്ടൊന്നും നമ്മൾ ഗോൾഡ് വിൽക്കരുത്. ഓക്കെ, വീട് വാങ്ങിക്കാൻ ഗോൾഡ് വിൽക്കാം, സ്ഥലം വാങ്ങിക്കാൻ ഗോൾഡ് വിൽക്കാം, അല്ലാതെയുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ ഗോൾഡ് വിൽക്കരുത്. അല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ കടങ്ങൾ വീട്ടാൻ വേണ്ടി ചിലരൊക്കെ ഗോൾഡ് വിറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് പകരം എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയെങ്കിലും വേണം. ഗോൾഡ് മുഴുവനും വിറ്റ് ഭർത്താവിൻ്റെ കടം വീട്ടുകയും അദ്ദേഹത്തിന് പിന്നെ നിങ്ങൾക്കൊന്നും തിരിച്ചു തരാനില്ലാതെയാവുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ടല്ലോ, അത് നിങ്ങൾ പെടരുത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്നുള്ളതൊന്ന് ചിന്തിച്ച്, എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഇത്ര നാളും വർക്ക് ചെയ്ത് ഒന്നുമില്ല ചേച്ചി 10 പവനേ ഉള്ളെന്ന് പറഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല, ഇറങ്ങി പണിയെടുക്കുക തന്നെ. പണി എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് പണിയും എടുക്കാം. ഇപ്പോൾ ഒരു വീട്ടു ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 60 വയസ്സ് വരെയല്ലേ മാക്സിമം പറ്റുള്ളൂ. അവരുടെ കാര്യം തന്നെ നോക്കാൻ അവർക്ക് പറ്റില്ല അല്ലേ. അപ്പോൾ വേറൊരു വീട്ടിൽ പോയിട്ട് 3-4 പേർക്ക് ഭക്ഷണം വെച്ച് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 10 ആണെങ്കിലും 15 ആണെങ്കിലും അത് എങ്ങനെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. നിങ്ങളുടെ ഈ 40 വയസ്സുകളിൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ പറ്റുന്ന പണികൾ എടുക്കുക, പറ്റുന്ന ജോലിക്ക് പോവുക. സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. കുറച്ച് കഴിയുമ്പോൾ ഈ തരത്തിലുള്ള എന്താ പറയണേ, നമ്മൾ സെറ്റൊന്നും ആയിട്ടില്ല മാഷേ, ആരും സെറ്റായിട്ടില്ല, എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ദയവ് ചെയ്ത്, ഞങ്ങളെല്ലാം നേടിയവരാണ്, ഞങ്ങൾക്ക് ആരുടെയും എന്താ പറയുക, ആരുടെയും ഒരു എന്താണ് സഹായം ആവശ്യം വരില്ല എന്ന് കരുതി നോബഡി ജീവിക്കരുത് കേട്ടോ. എല്ലാവരെയും നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് ആരെയും വെറുപ്പിക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. പക്ഷെ ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ്. നമ്മളിൽ തന്നെ ഒരു വിശ്വാസം അർപ്പിച്ചിട്ട്
നമ്മുടെ കയ്യിലുള്ള സ്വത്തോ പണമോ സ്വർണമോ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ചതിവ് പറ്റാതിരിക്കാൻ നല്ല പോലെ ചിന്തിക്കേണ്ടി വരും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയേണ്ടതല്ലേ. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എനിക്ക് വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാം വഴി ഞാൻ വാട്സപ്പിൽ നമ്പർ കൊടുക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാം വഴി വന്നു കഴിഞ്ഞിട്ട് അത് ശരിക്കും ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. കുറച്ച് പേരെ എനിക്ക് കിട്ടിയതാണ് യൂട്യൂബിൽ നിന്ന്. അങ്ങനെയുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു. അവർക്ക് എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ വന്ന് DM ചെയ്താൽ ഞാൻ വാട്സപ്പ് നമ്പർ പറയും. ഇതിനകത്ത് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ആരൊക്കെയോ എവിടേക്കോ കാണുന്നതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്തത്. കുറേ പേര് അധികം ചോദിച്ചിരുന്നു, ചേച്ചിയെ കാണാൻ എന്താ ഒരു വഴി, ചേച്ചിയോട് സംസാരിക്കാൻ എന്താ വഴി എന്ന് ചോദിച്ചതുകൊണ്ട് പറയുകയാണ്. DM വരിക. DM വന്നു കഴിഞ്ഞിട്ടും ഞാൻ ഫോണിൽ വാട്സപ്പിൽ നമുക്ക് വോയിസ് നോട്ട് ഇടാം. കാരണം ഫോൺ ചെയ്ത് എല്ലാവരോടും സംസാരിക്കുമ്പോൾ എനർജി ഡ്രെയിൻ ആവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പകുതിയും കേൾക്കില്ല. കുറേ ആയി കഴിയുമ്പോൾ ഞാൻ ആരോട് എന്താ സംസാരിച്ചതെന്ന് വരെ മറന്നുപോകും. അത്തരത്തിലുള്ളൊരു അവസ്ഥയിലൊക്കെ കാരണം ഞാനും മനുഷ്യ ജീവിയല്ലേ. എനിക്ക് ഒരുപാട് ഈ വന്ന് ഘോര ഇരുന്ന് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് ബാക്ക് സ്റ്റാബിങ്ങും ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ ആവശ്യമാണ്. അതാണിത്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടുകാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യമുള്ളവർക്ക്, അതായത് എന്നോട് ഒരു പ്രൈവറ്റ് ചാറ്റൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുള്ളവർ DM വരൂ. _Arvind. ഇത് നിങ്ങൾ ആരുടെങ്കിലും പറഞ്ഞാൽ മതി മക്കളോട്, അപ്പോൾ അവർ കണ്ടുപിടിച്ച് തരും കേട്ടോ. അതിനകത്ത് എനിക്ക് കുറേ ഫോളോവേഴ്സൊക്കെ ഉണ്ട്. ഒരു 65,000 66,000 ഒക്കെ അത്രയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനകത്തുനിന്ന് കയറിയിട്ട് ഫോളോ ചെയ്യുക. അതിൽ നമുക്ക് പ്രൈവറ്റായിട്ട് DM സംസാരിക്കാം കേട്ടോ. ഇതിനകത്ത് താഴെ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് ചിലതൊന്നും വിട്ട് പറയാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ആർക്കൊക്കെയാണ് പ്രൈവറ്റായിട്ട് DM ചെയ്യേണ്ടത്? വെൽക്കം ടു ഇൻസ്റ്റഗ്രാം. അപ്പോൾ ശരി, അപ്പോൾ റോക്കിംഗ് ആയിരിക്കുക, ചതിവ് പറ്റാതിരിക്കുക. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ടേക്ക് അവേ. സബ്സ്ക്രൈബേഴ്സിന് വേണം. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്. ചിയേഴ്സ്.